UAE-യിലെ പ്രവാസി ഭാരതീയർ പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ ഇനി മുതൽ ലഭിക്കുന്നത് പാസ്പോർട്ട് മാത്രം. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള RFID ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ടുകളുടെ വിതരണം ആരംഭിച്ചതായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. നിലവിലുള്ള പാസ്പോർട്ടിന്റെ അതേ ഫീസിൽ തന്നെയാണ് പാസ്പോർട്ടും ലഭ്യമാക്കുന്നത്. ഇനി മുതൽ UAE-യിൽ നിന്ന് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർക്ക് ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങിയ പാസ്പോർട്ട് ആയിരിക്കും ലഭിക്കുക. ഒക്ടോബർ 28-നാണ് കേന്ദ്ര സർക്കാർ ആഗോളതലത്തിൽ പാസ്പോർട്ട് സംവിധാനം ആരംഭിച്ചത്. പാസ്പോർട്ടിൽ പാസ്പോർട്ട് ഉടമയുടെ ഡിജിറ്റലൈസ് ചെയ്ത വിവരങ്ങളടങ്ങിയ ഒരു ഇലക്ട്രോണിക് ചിപ്പ് കൂടി ഉൾപ്പെടുത്തും. ഇത് എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കാൻ സഹായിക്കും. പാസ്പോർട്ട് രേഖപ്പെടുത്തേണ്ട വിവരങ്ങളിൽ മാറ്റമില്ലെങ്കിൽ പഴയ പാസ്പോർട്ട് നമ്പർ കൊടുത്ത് 2 മിനിറ്റിനുള്ളിൽ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. ഇനി മുതൽ പാസ്പോർട്ട് പുതുക്കുന്ന എല്ലാവരും GPSP 2.0 പ്ലാറ്റ്ഫോം വഴി മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. ഈ പ്ലാറ്റ്ഫോം വഴി അപേക്ഷകർ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നത് BLS സെന്ററുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സഹായിക്കുമെന്നും കോൺസുൽ ജനറൽ വ്യക്തമാക്കി. You are saving upon your time at the outsourced service providers center. So all of you, if you are filling up the form, uploading the documents, it's a question of just submitting. So your wait time at the center is going to be 5 minutes, 10 minutes. പാസ്പോർട്ടിൽ ചേർത്തിരിക്കുന്ന ചിപ്പിന്റെ സഹായത്തോടെ വ്യാജ പാസ്പോർട്ടുകൾ, പാസ്പോർട്ടിലെ തിരുത്തലുകൾ എന്നിവ വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് UAE-യിലെ ഇന്ത്യൻ എംബസി ചാർജ് അഫയേഴ്സ് അമർനാഥ് വ്യക്തമാക്കി. Now, what that means is that if somebody tries to forge the passport or fake the passport, it will be easily detectable when they, travel across immigrations, because the physical information in the passport, when the passport is scanned through at the immigration, it has to match the digital information that is contained in the chip. So this is a very, very important feature. അതേസമയം നിലവിലെ പാസ്പോർട്ടുകളുടെ കാലാവധി അവസാനിക്കും വരെ അത് സാധുവായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒക്ടോബർ 28-ന് മുൻപ് അപേക്ഷ നൽകിയവർക്കും ആവശ്യമെങ്കിൽ പാസ്പോർട്ടിനെ അപേക്ഷിക്കാമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. പാസ്പോർട്ട് വന്നതോടുകൂടി പ്രവാസി ഭാരതീയർക്ക് രാജ്യാന്തര തലത്തിലെ എമിഗ്രേഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പത്തിലാകും. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.